Guys, welcome back to my channel and it's me Rowdy Baker here. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായിരുന്നു പുതിയ സീസൺ മെയിൻ തിങ് പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് പറഞ്ഞാൽ ഒരു ഗൈഡാണ്, മീൻസ് ലൈക്ക് ട്യൂട്ടോറിയൽ എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് കളിക്കേണ്ടത്, അങ്ങനെ തുടങ്ങേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, നിങ്ങളൊരു മരം മുറിക്കുക. ആദ്യമേ ഒരു മരം, പല മരം ഉണ്ടാവും. ഏത് മരം വെച്ചാണെങ്കിലും നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ മരം വേണം, മരമായ. ഇപ്പം കണ്ട അതുപോലെ മോളിൽ ഇത് വരും, ഇങ്ങനത്തെ ഉള്ള റെസിപ്പി വന്നിട്ടുണ്ടെന്ന് വരും. പിന്നെ നിങ്ങൾ ഈ താഴത്ത് ഒരു 3 ഡോട്ട് കണ്ടോ, ഒരു താഴത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോറേജിൻ്റെ ഒരു 3 ഡോട്ട് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്ലാങ്ക് ഉണ്ടാക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ക്യാമറ മാറ്റി വെച്ചേ. പ്ലാങ്ക് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. രണ്ട് വുഡ് കൊടുത്തു കഴിഞ്ഞാൽ 4 പ്ലാങ്ക് കിട്ടും. ഏത് വുഡിൻ്റെ ഡിപ്പെൻസ് ആണ് കേട്ടോ. ഇപ്പോൾ സ്പ്രസ് പ്ലാന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ഓക്ക പ്ലാങ്ക് ആയിരിക്കും. അതിന് ഓക്ക വുഡ് ആണെങ്കിൽ ഓക്ക പ്ലാങ്ക് ആയിരിക്കും, സ്പ്രസ് വുഡ് ആണെങ്കിൽ സ്പ്രസ് പ്ലാന്റ് ആയിരിക്കും, പ്ലാന്റ്സ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ നമുക്ക് ആദ്യം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഇതാണ് ഈ കാണുന്നത്. നമുക്ക് ഉണ്ടാക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നല്ല അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഞാനിരിക്കുന്ന ഇതുപോലത്തെ ഒരു ഐലൻഡിലാണ് വന്ന് പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ മരങ്ങൾ കാണാൻ പറ്റും. ആ വലിയ മരങ്ങളിൽ നിങ്ങൾ കയറാം. പക്ഷെ നിങ്ങൾ ഈ ഐലൻഡിൽ വന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ബിക്കോസ് ഇവിടെ ഷീപ്സ് വളരെ കുറവാണ്. സോ നിങ്ങൾ ഈ ഐലൻഡിലാണ് വന്ന് പെട്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സർവൈവ് ചെയ്യാൻ. അല്ലാത്ത ഐലൻഡ്സിലൊക്കെയാണ് ഈ ഷീപ്സൊക്കെ പെട്ടെന്ന് കിട്ടും. TLNൽ അങ്ങനെ കിട്ടില്ല. ട്രൈ ചെയ്യാം. സോ ഞാൻ കുറച്ചും കൂടി വുഡ് മുറിച്ചിട്ടുണ്ട്. ഇവിടെ ലാൻഡ് മാർക്ക് എന്തെങ്കിലും ഒന്ന് വയ്ക്കണം. എന്ത് ലാൻഡ് മാർക്ക്? ഒരു വുഡ് വേണ്ട, കുറച്ച് ഡേർട്ട് വയ്ക്കുക ഗൈസ്. അപ്പോൾ ഡേർട്ട് നോർമൽ മൈൻഡ് ചെയ്യുക. ആദ്യമേ നിങ്ങൾ ശരിക്കും മൈൻക്രാഫ്റ്റിൽ കയറുമ്പോൾ ചെയ്യേണ്ടത് ഇത് സത്യം വുഡ് മുറിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. വുഡ് മുറിക്കൽ പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ എന്താന്ന് നോക്കാം. നിങ്ങൾ നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്, നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടാ. എന്താ ചെയ്യാം, അത്ര ഭാഗ്യമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ടെറൈനിൽ നിങ്ങളുടെ ഇതുപോലത്തെ വുഡിൻ്റെ സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മീൻസ് നിങ്ങളുടെ സ്ഥലത്തു നിന്ന് തന്നെ നേരെ സ്ട്രെയിറ്റ് വേണം പോവാൻ, മുമ്പിലോട്ട് വേണം പോകാൻ. അല്ലാതെ റൈറ്റോ ലെഫ്റ്റോ തിരികെ ചെയ്യരുത്. അപ്പം നിങ്ങൾ വെച്ച ലാൻഡ് മാർക്ക് നിങ്ങൾക്ക് അത്ര സിമ്പിളായിട്ട് കാണാൻ പറ്റില്ല. സോ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ഐലൻഡൊക്കെ കണ്ടോ, അതാണ് നോർമൽ ഐലൻഡ്സ്. ആ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷീപ്പിനെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഐലൻഡ് അല്ലെങ്കിൽ ഈ ഐലൻഡ്, അവിടെ ഐലൻഡൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭാഗ്യവാനാണ് ഗൈസ്. അപ്പം ഇതാണ് ഷീപ്പിനെ കണ്ടാൽ മനസ്സിലാവും. ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് പ്ലെയർ ആണെങ്കിൽ ഷീപ്പിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നിങ്ങൾ ഷീപ്പിനെ കൊല്ലുക. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് വൂള് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ടോപ്പിൽ വൂളിൻ്റെ റെസിപ്പീസ് വന്നേക്കണം. മീൻസ് വൂള് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ സാധനം ഉണ്ടാക്കാൻ പറ്റും. കുറേ സാധനം എന്ന് വെച്ചാൽ അത്യാവശ്യം ഉള്ള സാധനങ്ങൾ. വൂളെന്ന് പറയുകയാണെങ്കിൽ ഒരു ഷീപ്പിൽ നിന്ന് കിട്ടുന്ന സാധനമുള്ള വൂള് വെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അല്ല അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല, അത്യാവശ്യം കാര്യങ്ങൾ. ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. വൂള് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് കാർപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ പറയുക, കാർപ്പറ്റ്, പിന്നെ നോർമൽ വൂള്,
നോർമലായിട്ടുണ്ടല്ലോ അറിയാലോ. സോ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ മുറിക്കുകയാണെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് ഡൈ ഉണ്ടാക്കാൻ ഉപകാരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞുതരാം, ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എങ്ങനെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ കളിക്കണേ ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാ പോണ്ട്. പുതിയ സാധനം കിട്ടിയ നമുക്ക് ഇതുപോലെ കുറേ സാധനങ്ങൾ കുറേ അനിമൽസ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ പരിപാടി. അത് ചില അനിമൽസ് ചില സാധനങ്ങളെയൊക്കെ കൊല്ലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ വൂൾഫ് എന്ന് പറഞ്ഞ അനിമലുണ്ട്. വൂൾഫ് ഉണ്ട്, ഫോക്സ് ഉണ്ട്. ഫോക്സ് കൊല്ലുന്നത് മറ്റേ ഇതിനെയാണ്, ചിക്കനെ കൊല്ലും ഫോക്സ്. അതുപോലെ ഇതില്ലേ വൂൾഫ് ഇതിനെ കൊല്ലും, മറ്റേ സാധനത്തിനെ, ഷീപ്പിനെ കൊല്ലും. അതാണ് ഗെയിമിലെ മെയിൻ ഒരു ഇത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ പേരാണ് പിഗ്. ഇതാണ് പിഗ്. പിഗിനെ കൊന്ന് ഞാൻ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. പിഗിനെ ഇങ്ങനെ കൊല്ലാം നമുക്ക്. എടാ എനിക്ക് പിഗിനെ എടാ നമുക്ക് പിന്നെ പിഗിനെ കൊല്ലണമൊക്കെ പിന്നെ ഗൈസ്. ഇതെവിടെ നമ്മുടെ വീട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം വീട് തെറ്റുക? നിങ്ങൾ ഇത് മസ്റ്റായിട്ട് അറിയാം. ലാൻഡ് മാർക്ക് വയ്ക്കുമ്പോൾ വീട് തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. തെറ്റിപ്പോവില്ലെന്ന് ഞാൻ പറയുന്നില്ല. സോ നമ്മൾ ലാൻഡ് മാർക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കണം, ഒന്ന് ഓർത്തേക്കണം. ലാൻഡ് മാർക്ക് വയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് പോയാൽ പല പ്രശ്നം. അതാ ഷീപ്പ് അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് സ്ട്രെയിറ്റ് പോകാൻ പറ്റിയില്ല. എൻ്റെ വീട് എവിടെയാണെന്ന് ഞാൻ നോക്കി കഷ്ടപ്പെടണം. ഇല്ല, അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് എവിടെ വേണമെങ്കിലും വീട് വയ്ക്കാമല്ലോ. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. അവിടെ ബെഡ് ക്രിയേറ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് സാധനങ്ങളൊന്നുമില്ല, എവിടെ വേണമെങ്കിലും വീട് വയ്ക്കാം. ഇതുപോലത്തെ ടെറൈൻസിലാണ് നിങ്ങൾ പെടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. ട്രീ ഹൗസസ് ബിൽഡ് ചെയ്യാം. ഈ ടെറൈൻസൊക്കെ ട്രീ ഹൗസസിന് നല്ലതാണ്. ബിക്കോസ് ഇതുപോലത്തെ മരങ്ങളൊക്കെ ട്രീ ഹൗസിന് നല്ലതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലോർസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മീൻസ് പല ഫ്ലോറ് ടൈപ്പ് ഓഫ് ഫ്ലോർസ്, അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഫ്ലോറും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രീ ഹൗസ് ഉണ്ടാകുമ്പോൾ മെയിൻലി ഞാൻ പറയണത് അത്ര ഫ്ലോർസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫ്ലോറൊന്നും ഉണ്ടാക്കണ്ട. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ടോപ്പ് ഫ്ലോർ മാത്രമാണ് ഞാൻ ട്രീ ഹൗസിൽ ഉണ്ടാക്കുക. ബിക്കോസ് ഇറ്റ്സ് അങ്ങനെ അതാ രസം. അല്ല പല ഫ്ലോർ ഉണ്ടാക്കി അത്ര രസമില്ല. പിന്നെ എൻ്റെ വീഡിയോസിൽ ചിലതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടോപ്പ് ഫുള്ള് ഫ്ലോറൊക്കെ ഉണ്ടാക്കി. അത് ഓരോ മൈൻഡാണ് നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ്. പിന്നെ കുറേ പേർക്ക് മൈൻക്രാഫ്റ്റ് അറിയില്ല. ഞാൻ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ഇത് ബെഡ് റോക്ക് എഡിഷനാണ്. നിങ്ങൾക്കും ബെഡ് റോക്ക് എഡിഷൻ കളിക്കാം. സോ അപ്പം നിങ്ങൾ ബെഡ് റോക്ക് എഡിഷൻ എവിടെ പോയി കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോവാം. മെയിൻലി ചില ടൈമിൽ മൈൻക്രാഫ്റ്റിന് 700 റുപ്പീസാണ്. ഇന്ത്യയിൽ 700 റുപ്പീസാണ് മൈൻക്രാഫ്റ്റിന്. ഷീപ്പിനെ കിട്ടി ഗൈസ്. ഓക്കെ, അറിയാതെ തെറ്റിപ്പോയതാ. മൈൻക്രാഫ്റ്റിന് 700 റുപ്പീസാണ് ഇന്ത്യയിൽ. പക്ഷേ ചില ടൈമിൽ മൈൻക്രാഫ്റ്റിന് മൊജാങ് എന്തിടും മറ്റേ എന്താ പറയുക പറയില്ല, നമുക്ക് ഓഫർ ഇടുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് മൈൻക്രാഫ്റ്റിൽ വെറും 25 റുപ്പീസിന്. ഇനി ചിലവർക്ക് അതുപോലും മേടിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ ഫേക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാം. ഫേക്ക് മൈൻക്രാഫ്റ്റും കളിക്കാവുന്നതാണ് കേട്ടോ. ഫേക്ക് മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് കളിക്കാം. ഇതാണ് വൂൾഫ് ഗൈസ്. വൂൾഫ് ഇതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചിരുന്നു. എനിക്ക് ഒരു ഷീപ്പിനെ കൂടി കൊല്ലാനുണ്ട്. അത് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റഡ്. സോ നിങ്ങൾക്ക് മാക്സിമം നൈറ്റ് ആവണതിന് മുമ്പേ കിടക്കാൻ നോക്കുക. മീൻസ് നൈറ്റ് ആവണതിന് ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബെഡ് ഇട്ട് അങ്ങോട്ട് കിടക്കാൻ പോവാം. അതിൽ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ. എനിക്ക് ഇതുപോലെ വൂള് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ ഞാനിപ്പോൾ നിങ്ങളോട് പറയും നീ ഒരു ആണല്ലേടാ,
അങ്ങനെയൊക്കെ ക്രിയേറ്റ് ബെഡ് പിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത് ജസ്റ്റ് പർപ്പസിന് വേണ്ടി കിടന്നുറങ്ങാനല്ലേ. കണ്ടോ? അപ്പോൾ അവിടെ ഒരു ഇത് വരും, റീസ്പോൺ സെറ്റ് പറഞ്ഞ് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ. പിന്നെ ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ടോപ്പിൽ ഹാർട്സ് കാണാൻ പറ്റും. ആ ഹാർട്സ് ഫുൾ തീരും ചിലപ്പോൾ, ചില പ്രാവശ്യങ്ങൾ ഫുള്ള് തീരും. അല്ലെങ്കിൽ തന്നെ ഫുള്ള് തീരും. അപ്പോൾ ഫുള്ള് തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. ഫുഡ് പല അനിമൽസിൽ നിന്നും കിട്ടും. ഷീപ്പിൽ നിന്ന് കിട്ടും, കൗയിൽ നിന്ന് കിട്ടും. പിന്നെ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഷീപ്പിൽ നിന്ന് കിട്ടും, കൗയിൽ നിന്ന് കിട്ടും, പിന്നെ ഇതിൽ നിന്ന് കിട്ടും. അതിൻ്റെ പേരെന്തായിരുന്നു? പിഗ്ഗിന്ന് കിട്ടും. ഇത്ര കഴിഞ്ഞ് ഫുഡ് കിട്ടും. ഈ ഫുഡ് നിങ്ങളിപ്പോൾ എടുത്ത് ജസ്റ്റ് ഇതാക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇത് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഈ റൈറ്റ് ടോപ്പ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ പറയുക ഫുഡിൻ്റെ ഹെൽത്ത്. ഓരോ ഫുഡ് കഴിക്കുമ്പോഴും നിങ്ങളിപ്പോൾ ഒരു ഫുഡ് സോംബീസിൽ നിന്നും ഫുഡ് കിട്ടും. ബട്ട് നോർമൽ ഈ റിസോഴ്സസിൽ നിന്ന് കിട്ടുന്ന കൗയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡ് നിങ്ങൾ ഫർണസ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. ഫർണസ് നമ്മൾ ഓൾറെഡി ഞാൻ വയ്ക്കാം. ഫർണസ് വെച്ച് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ആവാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്നാവും, സത്യം പറഞ്ഞാൽ പെട്ടെന്നാവും. സോ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ടെറൈനൊക്കെ കിട്ടിയെങ്കിൽ ആ ടെറൈൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വേണം വീട് വയ്ക്കാൻ. പക്ഷെ അത് ട്രീ ഹൗസ് ആണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഇത് തൊട്ടടുത്ത് വയ്ക്കാൻ ശ്രമിക്കാനേ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നം. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആൾക്കാർ വന്ന് എന്നെ പറയും. അപ്പം നമുക്ക് അതുപോലത്തെ ഇതിലേക്ക് ഒരു നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലത്ത്. അപ്പോൾ നല്ല മരം കിട്ടണമെങ്കിൽ ഇവിടെ ഒന്നും കിട്ടില്ല. ഇത് എന്നെ പോലെയല്ല, ചിലവർ മറന്നു പോവും വീട് ഏതാ സ്ഥലം ഏതാ എന്നൊക്കെ മറന്നു പോവും. സോ അവർക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് മാപ്സ് ഉണ്ടാക്കാൻ പറ്റും. മാപ്പില്ലേ, മാപ്പ് നമ്മൾക്ക് റിയൽ ലൈഫിലുള്ള പോലെ തന്നെ മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ മാപ്പ് ഉണ്ടാക്കണേ എല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഇതുപോലെ കേവ്സ് ഉണ്ട് കേട്ടോ. കേവ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ സാധനം കിട്ടും. കോള് സാധനങ്ങളൊക്കെ, ലൈറ്റിന് കോള്, അങ്ങനെ കുറേ ഉണ്ട്. ഒരു വീഡിയോ തന്നെ എനിക്ക് എല്ലാം മനസ്സിലാക്കി തരാൻ പറ്റില്ല. സോ അതിന് 2-3 വീഡിയോ ആയിട്ട് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. സോ ട്രീ ഹൗസ് വെക്കണമെങ്കിൽ ബേസിക്കലി ട്രീ ഹൗസ് വയ്ക്കുമ്പോൾ ഞാൻ ഒരു നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ, ട്രീ ഹൗസ് വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത്, ട്രീ ഹൗസ് വയ്ക്കുമ്പോൾ മൈൻക്രാഫ്റ്റിൽ എന്ത് ഹൗസ് വെച്ചാലും സെയിം ടൈപ്പ് ഫുഡ് കുറേ എടുക്കാൻ നോക്കുക. മീൻസ് അതിൽ ഇപ്പം നിങ്ങളൊരു വീട് ഉണ്ടാക്കണം, അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ട്രീ ഹൗസ് ആണ് അതിൻ്റെ അടുത്തുള്ള ടെറൈനിലുള്ള വുഡ്സ് ആയിരിക്കും കൂടുതൽ വേണ്ടത്. അതിനെ കാണിച്ചു തരും നിങ്ങൾ എവിടെ വീഡിയോ ചെയ്യണം. അതാണ് ഭംഗി. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയണ്ട, അതാ ഭംഗി. അത് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അത് മെയിൻലി നിങ്ങൾക്ക് നോക്കുക. പിന്നെ കുറേ വുഡ് വേണം ഇതിന്. സത്യം പറഞ്ഞാൽ നല്ല വുഡ് വേണം ഒരു കുഞ്ഞു ട്രീ ഹൗസിന്. നിങ്ങൾക്ക് ഈ ബെഡ് റോക്ക് എഡിഷൻ മേടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക. ഫ്രണ്ട്സിന് ബെഡ് റോക്ക് എഡിഷൻ ഉണ്ടെങ്കിൽ കളിക്കുക. ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നണു ഫ്രീ ആണെന്ന് തോന്നുന്നു ബെഡ് റോക്ക്. കയറി ചെക്ക് ചെയ്യുക. ഞാൻ എൻ്റെ ടാബിൽ ചെക്ക് ചെയ്തപ്പോൾ ഫ്രീയാ. എനിക്കറിയില്ല. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പം നമുക്ക് ഉണ്ടാക്കപ്പെട്ട ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈമാണ്. ഞാൻ കഥ പറഞ്ഞ് ടൈമൊക്കെ പോയി. ആദ്യം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഇല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് കിട്ടും. അതിൽ കയറി ചവിട്ടരുത് ഗൈസ്. ഇതുപോലത്തെ പ്ലാന്റ്സിൽ കയറി ചവിട്ടരുത്, ഡേഞ്ചറാണ്. സോ നമുക്ക് ഇവിടെ ഒരു ട്രീ ഹൗസ് വെച്ചേക്കാം. ഏത് ട്രീ ആണ് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യുക. എണ്ണത്തിൽ ഏറ്റവും വലുതായിട്ടില്ല മാക്സിമം ഫിക്സ് ചെയ്യാൻ നോക്കുക. എനിക്കിവിടെ അത്യാവശ്യം വലുതായിട്ട് തോന്നിയത് ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് ട്രീസിൻ്റെ അടുത്താണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ കമ്പൈൻ ആക്കാം. കമ്പൈനിങ് നല്ലതാണ്.
പിന്നെ നിങ്ങൾ മാക്സിമം ലീവ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ നോക്കുക. ലീവ്സിൻ്റെ പുറത്തോട്ട് അത്ര പോവാത്ത ഒരു ഇതുണ്ടാക്കാൻ നോക്കുക. ഓക്കെ, സോ വാട്ട് എവർ, നിങ്ങൾ ഇത് മുറിക്കരുത്. വുഡ് ഒരിക്കലും മുറിക്കരുത്. ഓക്കെ, വുഡ് ഒരിക്കലും മുറിക്കരുത്. ഈ നിങ്ങൾ ഉണ്ടാക്കാൻ പോണ സ്ഥലത്ത് ഇതിൽ വുഡ് ഒരിക്കലും മുറിക്കരുത്. സോ ആദ്യമേ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നേരെ ഓക്ക പ്ലാങ്ക് ആയിട്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്ക പ്ലാങ്ക് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിയണം. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റിക്ക് കാണാൻ പറ്റും. സ്റ്റിക്കും നിങ്ങൾ സെയിം രീതിയിൽ ക്രിയേറ്റ് ചെയ്യും. സ്റ്റിക്കും നിങ്ങൾ സെയിം രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് അത്യാവശ്യം സ്റ്റിക്ക് വേണം. പിന്നെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാഡറും ക്ലിക്ക് ചെയ്യുക. ഒരു 12 മതിയാവും. ഈ ലാഡർ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ പതുക്കെ അങ്ങോട്ട് വയ്ക്കുക. അങ്ങനെ വെച്ചാൽ മതി. അയ്യോ, കുറച്ച് ബുദ്ധിമുട്ടട. പൊട്ടിക്കട്ടെ. പിന്നെ ടൂൾസിൻ്റെ കാര്യം ഞാൻ പറയാം. ക്യാമറ കുറച്ച് ബുദ്ധിമുട്ടാവണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? വുഡ് ലാഡറിൽ നിന്നുകൊണ്ട് മുറിക്കാൻ ഭയങ്കര പാടാണ്. എന്ത് സാധനം ലാഡറിൽ നിന്നുകൊണ്ട് മുറിക്കാൻ ഭയങ്കര പാടാണ്. സോ ഇതുപോലെ ഒരു ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ട്രീ ഹൗസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എക്സ്പോസ് ചെയ്യരുത്. ട്രീ ഹൗസ് ഉണ്ടെന്ന് ജസ്റ്റ് ലാഡർ കാണുമ്പോൾ ഈ കയറി അങ്ങോട്ട് പോവുക. അത് ആർക്കും അറിയരുത്. അങ്ങനെ ട്രീ ഹൗസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഗുഡ് ആയിരിക്കും. ഇവിടെ അങ്ങനത്തെ ട്രീ ഹൗസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞു ട്രീ ഹൗസ് മതി, ചെറിയ ട്രീ ഹൗസ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ട ഇതാണ് ട്രീ ഹൗസിൻ്റെ ഗുണം. കണ്ട നമുക്ക് കാണാൻ പറ്റും പുറത്തെന്തൊക്കെയാണ് നടക്കണേന്ന് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ബട്ട് പ്രോബ്ലം ഉണ്ടോ? അത്ര പ്രോബ്ലം ഇല്ല ഗൈസ്. സോ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീഡിയോ എൻഡ് ചെയ്യണോ? ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. സോ നമുക്ക് ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മെയിൻലി എൻഡ് ചെയ്യാം വീഡിയോ. പിന്നെ ബേസിൻ്റെ കംപ്ലീഷൻ എനിക്കറിയില്ല. ഇന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് മെയിൻലി ഇത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണല്ലോ, അപ്പോൾ ബേസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തന്നാണ്. നോർമൽ ഇപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാവും നോർമൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. മീൻസ് നോർമൽ ട്രീസിൽ അതുപോലെയുള്ള ട്രീസിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല, അതുപോലെയുള്ള ട്രീസിൽ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിയേറ്റ് ചെയ്യരുത്. ബിക്കോസ് അതിൻ്റെ ഹൈറ്റ് കുറവാണ്. ചില ട്രീസൊന്നും നല്ല ഹൈറ്റ് ഉള്ളത് അതിൽ ക്രിയേറ്റ് ചെയ്ത് നോക്ക്, അത് നല്ലതാണ്. ചില ട്രീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സ്ട്രെയിറ്റ് കാണുന്ന ട്രീ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കാണുന്ന ഒരു ട്രീ, അത് ഏതെങ്കിലുമൊക്കെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് പിന്നെയും സംശയം ഉണ്ടാകും വീടിന് എത്ര ബ്ലോക്കിൻ്റെ ഹൈറ്റ് വേണമെന്ന്. നിങ്ങളൊരു ഇപ്പം ഇതുപോലെ 3 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വയ്ക്കുക. അല്ല 4 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വയ്ക്കുക. എന്നിട്ട് ട്രീ ഹൗസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു ഇഷ്ടമാട്ടോ ഞാൻ പറയുന്നത്, വേറെ ആരുടെ എൻ്റെ ഒരു ഇഷ്ടത്തിൽ. നിങ്ങൾ ട്രീ ഹൗസ് മെയിൻലി പണിയുമ്പോൾ ടോപ്പും മീൻസ് ഡൗണും നിങ്ങൾ ഗ്ലാസ് വെച്ചടയ്ക്കാൻ നോക്കുക. ഇപ്പോൾ പലവർക്കും ഗ്ലാസ് ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് കളിയാക്കിയൊന്നുമില്ല, ജസ്റ്റ് ഗ്ലാസ് ഉണ്ടാക്കാൻ പണ്ട് എനിക്കും അറിയില്ല. സോ ഗ്ലാസ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം. വളരെ ക്വൈറ്റ് സിമ്പിളാണ് മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ.
അത്രേ ഉള്ളൂ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. വലിയ ഇമ്പോസിബിൾ കാര്യമൊന്നുമില്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. നല്ല ഇമ്പോസിബിളാണ് അത്ര. അത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത് ഗൈസ്. സോ സിമ്പിൾ. പിന്നെ മൈൻക്രാഫ്റ്റിൽ ഡേ ആൻഡ് നൈറ്റ് പെട്ടെന്ന് പോകും. സോ നൈറ്റ് മാക്സിമം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ നോക്കുക. നൈറ്റ് സോംബീസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. നൈറ്റ് സോംബീസ് ഉണ്ട്. സോംബീസ് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, ബട്ട് ജസ്റ്റ് സോംബീസ് നിങ്ങളെ കൊല്ലാൻ നോക്കും. സോംബീസ്, സ്കെൽട്ടൻസ്, അങ്ങനെ കുറേ ക്രീച്ചേഴ്സ് ഉണ്ട് മൈൻക്രാഫ്റ്റിൽ. അറിയില്ലെങ്കിൽ ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞു തന്നതാണ്. സോ നിങ്ങൾ നൈറ്റ് മാക്സിമം ഇറങ്ങാതിരിക്കാൻ നോക്കും. പക്ഷെ ഞാൻ മാക്സിമം ഇതൊന്ന് ഫില്ല് ചെയ്ത് തീർക്കാനാണ് നോക്കുന്നത്. നമുക്ക് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നുമേ പറയാൻ പറ്റില്ല. നല്ല കാര്യം. ഫുഡ് തീർന്ന്, വുഡിൻ്റെ പ്രോബ്ലം വരും എനിക്കറിയാമായിരുന്നു. വുഡിൻ്റെ പ്രോബ്ലം വരും. എടാ നമുക്ക് വുഡ് ക്രിയേറ്റ് ചെയ്യാം പെട്ടെന്ന്. ദ ഫാസ്റ്റസ്റ്റ് ക്രിയേഷൻ ഓഫ് വുഡ്. ടോപ്പ് പോ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ലീഫിൽ നിങ്ങൾക്ക് വുഡ് വെച്ചാലേ ബെഡ് ഇടാൻ പറ്റുള്ളൂ. ഫസ്റ്റ് റിവല്, നല്ല റിവല് കണ്ട, അതുപോലെ അങ്ങനെ വെച്ചാലേ ചെയ്യാൻ പറ്റും. പിന്നെ ട്രീ ഹൗസിലുള്ളവർ കൂടെ അത് അടുത്ത സോംബീസിനായി പ്രശ്നമൊന്നുമില്ല, അവർ മൈൻഡ് ചെയ്യില്ല. ശരി, സോ ഇത് അങ്ങോട്ട് തീർത്തേക്കാം. സോ ഗ്ലാസ് കിട്ടണ എങ്ങനെയാണെന്നും പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡേഷനും കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്യും. സോ എനിക്ക് ലോങ് വീഡിയോ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്. ബട്ട് ലോങ് വീഡിയോ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിലും ലോങ് വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ നല്ല നെറ്റ് പോവും. മീൻസ് അത്ര മൊബൈലിൽ കളിക്കുന്ന അത്ര നെറ്റൊന്നുമില്ല ഗൈസ്, അത്ര വലിയ നെറ്റൊന്നുമില്ല. സോ അത് ഭയങ്കര പാടാണ്, അത്ര നെറ്റൊന്നുമില്ല. സോ കുറച്ച് പാടാ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ. അറിയാത്തതുകൊണ്ട് പറഞ്ഞാണ്. നിങ്ങളായിരിക്കും ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാൽ മതിയല്ലോ. ഇല്ല ഗൈസ്, നല്ല ഹാർഡ് വർക്ക് വേണം വീഡിയോയുടെ പിന്നിൽ. ഇത് കണ്ടേ, ഈ മീറ്റാണ് നമ്മുടെ സോംബിയുടെ മീറ്റ്. ഇത് നിങ്ങൾ കഴിക്കാൻ പറ്റും. കഴിക്കുമ്പോൾ റൈറ്റിൽ ഒരു സിമ്പിൾ വരും, ഇങ്ങനെ ഒരു ഗ്രീൻ സിമ്പിൾ പോലത്തെ ഒരു സിമ്പിൾ. അതെന്താണെന്ന് എനിക്കറിയില്ല, അത്ര പ്രോ ഒന്നും ആയിട്ടില്ല. നിങ്ങൾ മൈൻക്രാഫ്റ്റ് മസ്റ്റായിട്ട് കളിച്ചുകൊണ്ടൊരു ഗെയിമാണ്. മീൻസ് റിയൽ വേൾഡിലുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് ബേസിലോട്ട് പോകും. അപ്പോൾ ഇന്ന് എനിക്ക് ബേസ് തീർക്കണം എന്നാണല്ലോ. സോ ഇന്ന് ബേസ് തീർക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ ഇത്തിരി അറിയിച്ചു കൊള്ളുന്നു. എനിക്കറിയില്ല ഇന്ന് ബേസ് തീർക്കാൻ പറ്റുമെന്ന്, ബിക്കോസ് ഇത് കുറച്ച് ഹാർഡാണ് ബേസ് തീർക്കാൻ. ഇന്ന് ബേസ് തീർക്കാന്നൊക്കെ പറഞ്ഞാൽ ഡെഡായിട്ടുള്ള കാര്യം, നടക്കാനേ പോകണില്ല. അത്യാവശ്യം ഇവിടെ നടക്കുന്നേ, ഇത് വച്ചേക്കാം അങ്ങോട്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അടിയിൽ വയ്ക്കാൻ, പക്ഷേ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ വയ്ക്കുക. ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഞാൻ ടൂളിൻ്റെ കാര്യം പറയാം. സോ ടൂളാണ് മെയിൻ സാധനം മൈൻക്രാഫ്റ്റിൽ. സോ നിങ്ങൾ റൈറ്റ് ടൂൾ യൂസ് ചെയ്താണ് ചെയ്യണമെങ്കിൽ ഭയങ്കര പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് തീർക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഞാൻ റൈറ്റ് ടൂൾ പറഞ്ഞുതരാം. സോ നിങ്ങൾ ആദ്യം കയറുക. സോ ഒരു ടൂൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാര്യങ്ങൾ പണിയുണ്ട്. ഇതൊക്കെയാണ് ടൂൾസ്. ഇത് ഫസ്റ്റ് ലെവൽ ഓഫ് ടൂൾസാണ്. കുറേ ടൂൾസ് ഉണ്ട്, മനസ്സിലായി? നല്ല ടൂൾസ് ഉണ്ട്, കുറേ ടൂൾസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് പിക്കാക്സ്. മെയിൻ സാധനം പിക്കാക്സും ആക്സും തമ്മിൽ പലവർക്കും മനസ്സിലാവാതെ പോകാറുണ്ട്. ഏതാ ആക്സ്? ചിലവർ ആക്സ് പിക്കാക്സ് ആണെന്നും പിക്കാക്സ് ആക്സ് ആണെന്നും വെച്ച് പോയിട്ടുണ്ട്. ആക്സ് യൂസ് ചെയ്യണത് വുഡ് സാധനങ്ങൾ മുറിക്കാനാ. ഫോർ എക്സാമ്പിൾ ലാഡർ. നിങ്ങൾക്ക് ലാഡർ മുറിക്കണമെങ്കിൽ ആക്സ് എടുക്കണം.
നിങ്ങൾക്ക് വുഡ് മുറിക്കണമെങ്കിൽ ആക്സ് എടുക്കണം, ഓക്കാ പ്ലാങ്ക് മുറിക്കണമെങ്കിൽ ആക്സ് എടുക്കണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിക്കാൻ ആക്സ്, അതിനാണ് ആക്സ് യൂസ് ചെയ്യുക. പക്ഷേ അല്ലാത്ത കാര്യങ്ങൾ ഒരു പിക്കാക്സ് വച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് മൈൻ റിലേറ്റഡ് കാര്യങ്ങൾ, മൈൻ എന്ന് ചെയ്യാൻ ഈ മൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അറിയില്ല? നമ്മൾ മൈൻ ചെയ്യൂലേ, ഇപ്പോൾ ഒരു നോർമൽ ഇത് മൈൻ ചെയ്യില്ലേ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്റ്റോൺ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് സ്റ്റോൺ. ഇത് എവിടെ കണ്ടാലും നിങ്ങൾ മുറിക്കുക. സ്റ്റോൺ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, സ്റ്റോൺ മുറിക്കുമ്പോൾ നിങ്ങൾ കണ്ട കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. സ്റ്റോൺ മുറിക്കുമ്പോൾ കോബിൾ സ്റ്റോൺ കിട്ടും. ആൻഡ് ഇപ്പോൾ സ്റ്റോൺ നമ്മൾ ഫർണസിൽ വെച്ച് സ്മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അല്ല, കോബിൾ സ്റ്റോൺ ഫർണസിൽ വെച്ച് സ്മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോൺ കിട്ടും. ബേസിക് കാര്യമാണ്. സോ സ്റ്റോൺ നല്ലോണം മുറിക്കുക. നിങ്ങൾക്ക് സ്റ്റോൺ നല്ലോണം മുറിക്കുക. സ്റ്റോൺ മുറിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. പിന്നെ എന്തൊക്കെ മുറിക്കാൻ പറ്റും? കോള് മുറിക്കാൻ പറ്റും. കോള് നിങ്ങൾക്ക് മുറിക്കുക. സോ ഒരു കോള് അല്ലേ, ഒരു കോളിൽ നിന്ന് എനിക്ക് എത്ര എണ്ണം കിട്ടുമെന്ന് അറിയില്ല. ഒരു കോളിൽ നിന്ന് ഓൾമോസ്റ്റ് എത്ര കോൾ പീസസ്, ഒരു കോൾ പീസസ് കിട്ടും. ഒരു കോളിൽ നിന്ന്, അല്ല, ഒരു കോൾ ബ്ലോക്കിൽ നിന്ന്, ഇതിൽ നിന്ന് ഒരു കോൾ പീസ് കിട്ടുള്ളൂ. സോ അത് നിങ്ങൾ മുറിക്കുക. പിന്നെ ഇതുപോലെ കേസിൽ കയറുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കയറുക. കുറച്ച് ക്രീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ബിക്കോസ് ചില ക്രീച്ചേഴ്സിന് അത്യാവശ്യം ബുദ്ധിയുണ്ട്, അവന്മാർ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റോൺ കളക്ട് ചെയ്യണം. പിന്നെ കോള് വേണമെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യാം. പിന്നെ ടൂൾസിൻ്റെ ബാക്കിയുള്ള പോർഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുമ്പോൾ കാണിച്ചു തരാം. ടൂൾസ് എന്താണ്, മീൻസ് എങ്ങനെയാണ് ടൂൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്ത് ഇനി കുറേ ടൂൾസ് ഉണ്ട്, 2-3 ടൂൾസൊക്കെ ഉണ്ട് ഇനി വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഈ സാൻഡ് നല്ലോണം മുറിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സാൻഡ് നല്ലോണം മുറിക്കുക. സാൻഡ് നല്ലോണം മുറിക്കണം ഗൈസ്. നിങ്ങൾക്കിപ്പോൾ ഇതുണ്ടാക്കണം ആൾക്കാർക്ക് മറ്റേ ഈ സാധനത്തിൻ്റെ പേര് ഗ്ലാസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് മുറിക്കുക. പക്ഷെ എങ്ങനെ ഗ്ലാസ് ഉണ്ടാവുക? ഗ്ലാസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലത്തെ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. അതിൽ എക്സാമ്പിൾസ് സാഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നെയിം ടാഗ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. ഉണ്ടാക്കാൻ പറ്റില്ല, കൂട്ടിക്കോ, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ആദ്യം നിങ്ങൾ സാൻഡ് ഗ്ലാസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കയറുക. നിങ്ങളുടെ ആ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? കയറുക. നിങ്ങൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ജസ്റ്റ് പോവുക. ദെൻ ഫർണസ് എടുക്കുക. ഈ ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിൾ പോലെ തന്നെ ഒരു യൂസ്ഫുൾ കാര്യമാണ്. ഫർണസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫർണസിൽ ഇതുപോലത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെ കാണാൻ പറ്റും? ഫർണസിൽ നിങ്ങൾക്ക് ഇൻപുട്ടും ഫ്യൂവലും കാണാൻ പറ്റും. ഇൻപുട്ടിന് നിങ്ങൾ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ സാൻഡ് കൊടുക്കുക ഇൻപുട്ടിന്. പിന്നെ കോളെന്ന് വെച്ചാൽ ഒരു കോൾ കൊടുത്താൽ മതി. അതെങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ചെയ്യുക? ജസ്റ്റ് കോളിൽ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഒരു ടോപ്പിലൊരു ഇത് കാണും, പിടിച്ചൊരു സെക്കൻഡ് കാണാം. അപ്പോൾ അതിങ്ങനെ മുമ്പിലോട്ടാക്കാൻ പറ്റും, 2 ആക്കാൻ പറ്റും, 3 ആക്കാൻ പറ്റും. 3-ലായിരിക്കും ഇരിക്കണം. ഇത് 2 ആക്കുക, 1 ആക്കുക. 1 ആക്കി ഒരു കോള് മാത്രം ഇട്ട് കൊടുക്കുക. ഒരു കോള് കുറേ നേരം കിടന്ന് കത്തും, സത്യം പറയാം. അപ്പം നിങ്ങൾക്ക് ഗ്ലാസ് കിട്ടും. സിമ്പിൾ പ്രോസസ്സാണ് ഗ്ലാസ് ഒക്കെ ഇട്ടാന്നറിയാം. സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഗ്ലാസ് കിട്ടുക എന്നുള്ളത്. സിമ്പിളായിട്ട് കിട്ടും ഗൈസ്. ഗ്ലാസ് കണ്ട, ഇതാണ് ഗ്ലാസ്. എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം. ഗ്ലാസ്സിന് പല കളർ ഗ്ലാസ്സസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാണ് ഗ്ലാസിൻ്റെ യൂസ്. നിങ്ങൾക്ക് ഇതുപോലെ ടോപ്പിൽ ഇതുപോലെ വയ്ക്കാം. ടോപ്പിൽ വെക്കണമായിരിക്കും നല്ലത്. നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ, നിങ്ങൾ ട്രീ ഹൗസ് ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് ലൈറ്റ് ഇല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടോപ്പിൽ ഗ്ലാസ് വയ്ക്കാം. ഒരു യൂസ്ഫുൾ കാര്യമാണ്. ബിക്കോസ് നിങ്ങൾക്ക് നൈറ്റ് ആയാലും ലൈറ്റ് കിട്ടും കേട്ടോ.
അത് മൈൻക്രാഫ്റ്റിലൊരു കാര്യമാണ്. പിന്നെ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല, ഓർക്കുക. അതുപോലെ ചില ഓറൊക്കെ ടൂളില്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, പറഞ്ഞു. ഇതുപോലെ ചില ഇതിൽ ഇതുപോലെ ഇത് തീരുമ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വലിയ പണിയാണ്. ഗൈസ്, ഇതുപോലെ അറിയാതെ പൊട്ടിക്കണ സാധനങ്ങളൊക്കെ പൊട്ടിക്കണ ഒരു ചങ്കിനെ കമൻറ്റ് ചെയ്യുക. ഞാനതുപോലത്തെ ഒരു ചങ്കാണ് സത്യം പറഞ്ഞത്. അറിയാതെ പൊട്ടിച്ചു, എന്താണെന്ന് എനിക്കറിയില്ല. ആ ബട്ടൺ എൻ്റെ തൊട്ടടുത്തിരിക്കണം. എങ്ങനെ പൊട്ടിക്കാൻ അറിയാം, പക്ഷെ അതറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. പോലെ അടയ്ക്കുക അല്ലേ? ഇതും പൊട്ടിക്കേണ്ടി വരുമോ? അതും പൊട്ടിക്കണം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. എനിക്കൊന്ന് ഞാൻ നോക്കട്ടെ ടൈം എത്രയാണ്. സോ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ ഗൈസ്, ബൈ. സോ ഇതാണ് നമ്മുടെ ബേസ്. ഞാൻ ബേസിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗ്ലാസ് ഇട്ട് മൊത്തം മൂടിയേക്കാണ്. സൈഡിൽ ജസ്റ്റ് ഇത്രയും മതി. നിങ്ങൾക്കൊരു ബേസിനകത്ത് മതി സത്യം പറയാം. ചെറിയ ബേസ്, നിങ്ങൾക്ക് ബേസൊന്നും വേണ്ട, ചെറിയൊരു ബേസ് അത്രേ ഉള്ളൂ. ബേസിന് വെച്ചാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു ബേസ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താ മൈൻക്രാഫ്റ്റ്, എങ്ങനെ മൈൻക്രാഫ്റ്റ് സംഭവമൊക്കെ. നൈറ്റ് ആവാറുണ്ട്. സോ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇനിയിപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ മസ്റ്റ് ഇത് വാച്ച് ചെയ്യണമെങ്കിൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. പോയിന്റ് പോലും മിസ്സാക്കരുത് ഗൈസ്. ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.